സമസ്തയുടെ സമ്പൂർണ്ണ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 13ാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രമാണ്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചതും അധികാരത്തിൽ പങ്കാളിയായ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. 1960 കോൺഗ്രസിൽ കക്ഷി ചേർന്ന് മുസ്ലിം ലീഗ് മത്സരിക്കുകയും CH മുഹമ്മദ് കോയ, KM സീതി സാഹിബ് അടക്കമുള്ള 11 നേതാക്കൾ മുസ്ലിം ലീഗിൽ നിന്ന് വിജയിക്കുകയും KM സീതി സാഹിബ് നിയമസഭാ സ്പീക്കറായിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഭരണത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. സുന്നികളുടെ കയ്യിലുള്ള വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടി 1960 സുന്നികളെ കൂട്ടാതെ തന്നെ കേരള വഖഫ് ബോർഡ് രൂപീകരിച്ചതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിനുശേഷം 1950 സമസ്തയുടെ 18ാം സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കാണുക. 1959 മാർച്ച് 23, 24, 25 തീയതികളിൽ വടകരയിലെ പാകിസ്ഥാൻ മൈതാനിയിൽ വെച്ചിട്ടാണ് സമസ്തയുടെ 19ാം സമ്മേളനം നടക്കുന്നത്. മദ്രാസ് മുഫ്തിയും ഖാദിയുമായ മൗലാന മുഹമ്മദ് ഹബീബുള്ള എന്നിവരാണ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഉദ്ഘാടനം ചെയ്യുന്നത് ബീഹാറിലെ ഖലീലുള്ള എന്ന പണ്ഡിതനുമാണ്. തൊട്ടു മുമ്പത്തെ വർഷം വിട പറഞ്ഞ സമസ്തയുടെ പ്രഥമ സെക്രട്ടറിയായ PV മുഹമ്മദ് ഹാജിക്ക് പകരം ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ സമസ്തയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മഹാനായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ മുഷാവറ അംഗമായി തെരഞ്ഞെടുത്തതും ഇതേ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ ശിഷ്യനാണ് പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. നിരവധി വാദപ്രതിവാദങ്ങൾക്കും ഖണ്ഡന പ്രസംഗങ്ങൾക്കുമൊക്കെ പറവണ്ണ ഉസ്താദ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അൽബയാൻ മാസികയുടെ പത്രാധിപരായിരുന്ന ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് എഴുത്തിലും പ്രസംഗത്തിലൊക്കെ നല്ല കഴിവ് തെളിയിച്ച പ്രതിഭാശാലിയായ പണ്ഡിതനായിരുന്നു. തറാവീഹിൻ്റെ റക്കായത്തിൽ കൊടിയത്തൂരിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ KM മൗലവി MCC മൗലവിയുമായിട്ട് സംവാദം നടത്തിയിരുന്നു. ആ കൊടിയത്തൂർ സംവാദത്തിൽ തന്നെ ഈ തറാവീഹിൻ്റെ വിഷയത്തിൽ KM മൗലവിയെയും MCC മൗലവിയെയൊക്കെ തറ പറ്റിച്ച ഒരു വാദപ്രതിവാദമായിരുന്നു. ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നത്. മുൻകാല നേതാക്കളെ പോലെ തന്നെ ഇംഗ്ലീഷ്, ഉറുദു, അറബി, തമിഴ്, പേർഷ്യൻ ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ല മിടുക്കുള്ള ആളായിരുന്നു പറവണ്ണ ഉസ്താദ്. കഴിഞ്ഞ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ ആശയപ്രകാരം ഒരു ചർച്ച നടത്തിയിരുന്നല്ലോ, കുട്ടികളുടെ പ്രാഥമിക മതപഠനത്തെക്കുറിച്ച്. അതുമായി ബന്ധപ്പെട്ട് 19ാം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട MA ഉസ്താദ് ഒരു ലേഖനം എഴുതിയിരുന്നു, മതവിദ്യാഭ്യാസം എന്ന തലക്കെട്ടിൽ. ഈ ബാഫക്കി തങ്ങൾ പറഞ്ഞ ആശയത്തെ അതിൻ്റെ പ്രാവർത്തിക രൂപം വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു ബഹുമാനപ്പെട്ട MA ഉസ്താദ് എഴുതിയത്. അതേ വിഷയത്തിൽ തന്നെ ഒരു പ്രമേയവും ബഹുമാനപ്പെട്ട MA ഉസ്താദ് സമസ്തക്ക് കൈമാറി. 19ാം സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ പ്രമേയവും ഈ MA ഉസ്താദിൻ്റെ ലേഖനമൊക്കെ വലിയ ചർച്ചാ വിഷയമായി. അങ്ങനെയാണ് മുസ്ലിം കുട്ടികൾക്ക് പ്രാഥമിക മതവിദ്യാഭ്യാസം നൽകണമെന്നുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. എല്ലാ മഹല്ലുകളിലും മദ്രസ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മദ്രസയ്ക്ക് വേണ്ട സിലബസ് രൂപീകരിക്കാനും പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ അതേ സമ്മേളനത്തിൽ വെച്ച് ഒരു സമിതി രൂപീകരിക്കുകയും ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിൻ്റെ ആ സമിതിയുടെ കൺവീനറാക്കി ചുമതലയേൽപ്പിക്കുകയും ചെയ്തു. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരുപാട് പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. 1-2 പ്രമേയങ്ങൾ ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ ചരിത്ര പുസ്തകത്തിൽ 74, 75 പേജിൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങൾ: മദ്രസകളും ദർസുകളും അഭിവൃദ്ധിപ്പെടുത്തുകയും അവ ഇല്ലാത്ത മഹല്ലുകളിൽ രൂപീകരിക്കുകയും കേന്ദ്രാടിസ്ഥാനത്തിൽ അവ ഏകീകരിക്കുകയും അതിനാവശ്യമായ സിലബസും പാഠപുസ്തകങ്ങളും ഉണ്ടാക്കുകയും അതിനുവേണ്ടി KP മൊഹീദ്ദീൻ മുസ്ലിയാർ പറവണ്ണ ഉസ്താദ് കൺവീനറായിക്കൊണ്ട് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനായി ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. രണ്ടാമത്തത്, മഹാന്മാരുടെ പേരിൽ കഴിച്ചു വരാറുള്ള നേർച്ചകളിലും മറ്റും നടന്നു വരുന്നതും അഹ്ലുസുന്നയിൽപ്പെട്ട ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്ത് തൽസ്ഥാനങ്ങളിൽ സുന്നത്തായ ആചാരങ്ങളെ മാത്രം നടപ്പിൽ വരുത്താൻ ഈ യോഗം തീരുമാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അതായത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന പോലെ പുതിയങ്ങാടി നേർച്ച, കൊണ്ടോട്ടി നേർച്ചയൊക്കെ ഉണ്ടല്ലോ, അത് ആ കാലത്തുണ്ടായിരുന്നു. പക്ഷേ സമസ്ത കൃത്യമായി പ്രമേയം പാസ്സാക്കി അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം നേർച്ചകളൊന്നും പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്നതല്ല, ഉലമാക്കളുടെ സപ്പോർട്ടോടു കൂടി നടത്തുന്നതല്ല. അതൊക്കെ ആരൊക്കെയോ കൊണ്ട് തുടങ്ങി വെച്ചത്. ഈ പുസ്തകത്തിൽ തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് അതിനെക്കുറിച്ച് എഴുതി വെക്കുന്നുണ്ട്. 2ാം പ്രമേയം സുന്നി വിരോധികളുടെ അപരാധത്തിന് എന്നും വിധേയമാകുന്ന നേർച്ചകളിലെ അനാചാരങ്ങളെക്കുറിച്ചാണ്. അതായത് ഈ നേർച്ചകളെക്കുറിച്ച് എന്നും സുന്നികൾക്കാണ് ഈ വഹാബികൾ പഴി ചാരാറുള്ളത്, സുന്നികളുടെ മേലാണ് പഴി ചാരാറുള്ളത്. ഇതൊരിക്കലും സമസ്തക്കാർ നടത്തുന്ന നേർച്ചയല്ല
എന്നാലും ഈ നേർച്ചയുടെ കുറ്റം മുഴുവൻ ആരെ മേലാണ് ഇവർ പഴിചാരുന്നത്? സമസ്തക്കാരുടെ മേലെ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നും ഏതെങ്കിലും വിവരമില്ലാത്ത കമ്മിറ്റികളോ രാഷ്ട്രീയ മേലാളിത്തത്തിൽ മതിമറന്ന് പണ്ഡിതന്മാരെ അവഗണിക്കുന്ന മഹല്ലുകാരോ മുതവല്ലികളോ നടത്തുന്ന അനാചാരങ്ങളുടെ കുറ്റം സമസ്തയുടെ പണ്ഡിതന്മാരുടെ മേൽ ചുമത്തുന്ന സുന്നി വിരോധികൾ പ്രസ്തുത പ്രമേയം കാണാതിരിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തതുകൊണ്ടാണ് ഇത്തരം പഴിചാരലുകൾ നടത്തുന്നത്. ആ നിരക്ക് അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത അനാചാരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കാൻ 19ാം സമ്മേളനം ആഹ്വാനം ചെയ്തത് അവിസ്മരണീയമത്രേ. അപ്പോൾ 1951 മുതൽ തന്നെ ഈ നേർച്ചകളിൽ നടക്കുന്ന അനാചാരങ്ങളെ സമസ്ത എതിർക്കുന്നുണ്ട്. കൊണ്ടോട്ടി നേർച്ച നിർത്തിവെച്ചിരുന്നല്ലോ. പിന്നീട് അത് രണ്ടാമത് തുടങ്ങിയത് ആരാണെന്ന് നമുക്കിന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവിടുത്തെ കച്ചവടക്കാരും ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ആ നേർച്ച വീണ്ടും പുനരാരംഭിച്ചത്. ഈ നേർച്ച പോലത്തെ സംഗതികളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ വരെ ആ നേർച്ച തുടങ്ങാൻ വേണ്ടി മുന്നിൽ നിന്നിട്ടുണ്ട്. അന്ന് MA ഉസ്താദ് എഴുതി വെച്ച കാര്യം ഇന്ന് നമ്മുടെ മുമ്പിൽ പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ഈ നേർച്ചകളൊന്നും ഒരിക്കലും സമസ്ത അംഗീകരിച്ചിട്ടില്ല എന്ന് അന്നു മുതലേ പറയുന്നുണ്ട്. അതിനെ എതിർക്കാനുള്ള പ്രമേയങ്ങൾ പാസ്സാക്കുന്നുണ്ട്. എന്നിട്ടും ഇതൊന്നും കാണാതെ വഹാബികൾ ഈ നേർച്ചയുടെ എല്ലാ കുറ്റവും സമസ്തയുടെ മേൽ പഴിചാരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത പ്രമേയം വായിക്കാം. സ്കൂൾ വാർഷിക യോഗങ്ങളിലും മറ്റും നടക്കുന്ന അനിസ്ലാമിക നാടകാഭിനയം, ഡാൻസ് മുതലായവയിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥികളെ ഒഴിച്ചുനിർത്താനും സ്കൗട്ട് മുതലായവയിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതനിർബന്ധമായ ഡ്രസ്സുകൾ ഉപയോഗിക്കാനും ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുന്നു. സ്കൂളുകളിലൊക്കെ ഒരുപാട് പരിപാടി നടക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നാടകം പോലത്തെ സംഗതികളൊന്നും മുസ്ലിം കുട്ടികൾ അഭിനയിക്കാതിരിക്കുക. അതേപോലെ തന്നെ അനിസ്ലാമികമായ എന്തെങ്കിലും ആഘോഷ പരിപാടികളുണ്ടെങ്കിൽ അതിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കാതിരിക്കുക. മുസ്ലിം കുട്ടികൾ ധരിക്കുന്ന വേഷങ്ങൾ ഇസ്ലാമിന് യോജിച്ചതാവുക. ഇത്തരത്തിലുള്ളതായിരുന്നു പ്രമേയം. മറ്റൊന്ന്, പൂനൂരിൽ വാദപ്രതിവാദം മുഴുമിപ്പിക്കാത്തതുകൊണ്ട് മരക്കാർ ഹാജി, കൊല്ലങ്കണ്ടി മമ്മു മുതലായവരെ സമീപിച്ച് അവർ മുഖാന്തരമോ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടോ അവർ ഒരു വിധത്തിലും സഹകരിക്കുന്നില്ലെങ്കിൽ സ്വയം പരിശ്രമിച്ചു തന്നെയും വാദപ്രതിവാദത്തിനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്തി തർക്കവിഷയത്തിന് നിവൃത്തി വരുത്താൻ മലബാറിലെ പൗരപ്രമാണികളെ ഭരമേൽപ്പിക്കുകയും അവരോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഈ നേർച്ചയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും വഹാബികൾ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ നേർച്ച നടത്തിയിട്ടല്ലേ ഈ അനാചാരങ്ങൾ ഉണ്ടാവുന്നത്. ആ നേർച്ച നടത്താതിരുന്നാൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് ചില വഹാബികളൊക്കെ പറയാറുണ്ട്. അങ്ങനെ പേടിച്ച് അത്തരം സുന്നത്തായ നല്ല നല്ല കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും? അനാചാരങ്ങൾ ഉണ്ടാവുമെന്ന് പേടിച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ വിവാഹങ്ങൾ, ആ വിവാഹം എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയ സുന്നത്തായ ഒരു കാര്യമാണ്. ഏറ്റവും നല്ലൊരു സൽക്കർമ്മമാണ്. ഒരു മനുഷ്യന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് കുടുംബജീവിതവും വിവാഹമൊക്കെ. പക്ഷേ ഈ വിവാഹത്തിനാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ ആഭാസങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കുന്നത് ഇതേ വിവാഹത്തിന് തന്നെയാണ്. അപ്പോൾ ഈ അനിസ്ലാമിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആഭാസങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് ഈ വിവാഹമേ നമ്മളങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഇവിടെ വിവാഹം നടക്കും. ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും നബിദിനെടുത്ത് നോക്കുകയാണെങ്കിലും മറ്റു പലതും ഒരുപാട് ആഭാസങ്ങൾ കയറി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ചില കാലഘട്ടത്തിനനുസരിച്ച് ചില പ്രദേശങ്ങൾക്കനുസരിച്ച് ചില ആളുകൾ കടത്തിക്കൂട്ടുന്നതാണ്. പക്ഷേ അത് കടന്നു വരുമെന്ന് കരുതി ഈ നല്ല നല്ല കാര്യങ്ങൾ ഈ സുന്നത്തുകളൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? ഏതാണ് നല്ലത് ഏതാണ് ചീത്തത് എന്നുള്ള ഇമാമിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇന്നത്തെ പണ്ഡിതന്മാരത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, ബോധവൽക്കരിക്കുന്നുണ്ട്. അത് കേട്ട് അതിനനുസരിച്ച് നടപ്പിലാക്കുക, അതേ നിവൃത്തിയുള്ളൂ. അത് കേൾക്കാതെയും അത് പഠിക്കാതെയും ഓരോ അനാചാരങ്ങൾ കടത്തിക്കൂട്ടുന്നതൊക്കെ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും സമസ്തക്കാരുടെ മേലെ കെട്ടിവെക്കാൻ പറ്റൂല. അതൊരിക്കലും പണ്ഡിതന്മാരുടെ മേൽ പഴി ചാർത്താൻ പറ്റൂല. പക്ഷേ ഇവർ സമസ്തയോടുള്ള വിരോധം കാരണം, സുന്നികളോടുള്ള വിരോധം കാരണം അത്തരം അനാചാരങ്ങളും അനിസ്ലാമികമായ കാര്യങ്ങളൊക്കെ സമസ്തക്ക് മേൽ കെട്ടിവെക്കുന്നു, പണ്ഡിതന്മാരുടെ മേൽ പഴിചാരുന്നു എന്ന് മാത്രം. അത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. വഹാബി നേതാക്കൾ പങ്കെടുക്കുന്ന കല്യാണങ്ങളൊക്കെ എത്രത്തോളം അനിസ്ലാമിക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ആരെങ്കിലും ആ കല്യാണത്തിന് പോകാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ കല്യാണത്തിനെതിരെ ഇവർ സംസാരിക്കുന്നുണ്ടോ? നല്ല നല്ല കാര്യങ്ങൾ അനാചാരം വരുന്നതിനെ എതിർക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് കല്യാണത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുന്നില്ല? അറ്റ്ലീസ്റ്റ് ആ കല്യാണത്തിന് പോകാതിരിക്കുകയെങ്കിലും ചെയ്തുകൂടെ? അങ്ങനെയെങ്കിലും ഒരു ഉപരോധം അതിന് ഏർപ്പെടുത്തിക്കൂടെ? ഇവർ നബിദിനത്തിന് പങ്കെടുക്കുന്നില്ലല്ലോ, നേർച്ചകളിൽ പങ്കെടുക്കുന്നില്ലല്ലോ, എന്നാൽ അതേപോലെ തന്നെ ഈ കല്യാണത്തിൽ പങ്കെടുക്കാതിരിക്കട്ടെ.
ഇത് മറ്റുള്ള വിഷയങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ കല്യാണത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഇവർക്കൊന്നും മിണ്ടാനില്ല, അതിൽ പങ്കെടുക്കുകയും ചെയ്യും, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അനിസ്ലാമിക കാര്യങ്ങൾ ഇനി എത്രത്തോളം വന്നാലും, ആഭാസങ്ങൾ എത്രത്തോളം വന്നാലും അതിലൊന്നും പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഇടയിൽ പ്രമേയങ്ങൾ പറഞ്ഞപ്പോൾ അവസരോചിതമായിട്ട് പറഞ്ഞതാണ് കാര്യങ്ങൾ. മറ്റൊരു പ്രമേയം പൂനൂർ സംവാദത്തെക്കുറിച്ചാണല്ലോ. സത്യത്തിൽ ഈ പൂനൂർ സംവാദം ഒരു സംഭവമാണ്. നല്ല രസകരമായ അനുഭവങ്ങളാണ് ഈ പൂനൂർ സംവാദത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ വിശദ വിവരങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിശ്വാസപൂർവ്വത്തിൽ എഴുതുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ അത് കേൾക്കേണ്ടത് അനിവാര്യമാണ്. ഞാനതൊന്ന് വായിക്കാം. വിശ്വാസപൂർവ്വത്തിൽ പേജ് 134 ഈ സംഭവം കാന്തപുരം ഉസ്താദ് വിവരിക്കുന്നത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം മലബാറിലെത്തിയ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മലപ്പുറം ജില്ലയിലെ നെടിയിരുപ്പിൽ നടത്തിയ പ്രഭാഷണത്തോടെയാണ് മലബാറിലെ തൻ്റെ തേരോട്ടത്തിന് തുടക്കം കുറിച്ചത്. 1951 തുടക്കത്തിൽ കുന്നമംഗലത്ത് നടത്തിയ ആദർശ പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പ്രഭാഷണം. ഇത് കേൾക്കാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ കുന്നമംഗലത്തേക്ക് പോയിരുന്നു. പതി പ്രസംഗിച്ചു കൊണ്ടിരിക്കെ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന സദസ്സിൽ നിന്നും ചിലർ വെല്ലുവിളിച്ചു. പൂനൂരിൽ കുടുംബ വേരുകളുള്ള ബാലുശ്ശേരി നന്മണ്ടയിലെ ഭൂവുടമകളായ കൊല്ലങ്കണ്ടി മമ്മു, കലന്തംകുട്ടി എന്നിവരായിരുന്നു ആ വെല്ലുവിളി ഉയർത്തിയത്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അപ്പോൾ തന്നെ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും പൂനൂരിലെ പൗരമുഖ്യനായ ആർ മരക്കാർ ഹാജിയുടെ മധ്യസ്ഥതയിൽ പതിമംഗലത്തെ KC ഹുസൈൻ സാഹിബിൻ്റെ വീട്ടിൽ യോഗം ചേർന്ന് സംവാദത്തിനുള്ള വ്യവസ്ഥകൾ ആ രാത്രി തന്നെ തീരുമാനിക്കുകയും ചെയ്തു. വ്യവസ്ഥകളിൽ ഇരു കക്ഷികളും ഒപ്പിട്ട് അംഗീകരിച്ചു. 1951 മാർച്ച് 18 പൂനൂരിൽ വെച്ച് സംവാദം നടത്താനായിരുന്നു തീരുമാനം. അതിനുവേണ്ടി ആവേശത്തോടെ പൂനൂരുകാരെല്ലാം കാത്തിരുന്നു. ഇതിനിടയിലാണ് സംവാദം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തെ ചൊല്ലി ചില തർക്കങ്ങൾ ഉടലെടുത്തത്. സംവാദത്തിനു വേണ്ടി തയ്യാറാക്കിയ വ്യവസ്ഥകൾ മരക്കാർ ഹാജിയുടെ പേരിൽ ചന്ദ്രിക, പൗരശക്തി എന്നീ പത്രങ്ങളിലും ഹിദായത്തുൽ മുഅ്മിനീൻ മാസികയിലും പ്രസിദ്ധീകരിച്ചിരുന്നു. വിശദമായ വ്യവസ്ഥകളും സംവാദം നടക്കുന്ന സമയം, രീതി തുടങ്ങിയ കാര്യങ്ങളും വിശദീകരിക്കുന്ന ആ പരസ്യം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ സാക്ഷികൾ എന്നെഴുതേണ്ടിടത്ത് മധ്യസ്ഥന്മാർ എന്നച്ചടിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാദം തുടങ്ങിയത്. ഇതേ തുടർന്ന് സംവാദത്തിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് പൗരശക്തിയിൽ കൊല്ലങ്കണ്ടി മമ്മു, കലന്തംകുട്ടി എന്നിവരുടെ മറ്റൊരു പരസ്യം വന്നു. പൂനൂരിൽ നടക്കാൻ പോകുന്ന സംവാദത്തിൽ നിന്ന് അവർ പിന്മാറാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു കാരണം കിട്ടിയപ്പോൾ ആ അവസരം മുതലെടുത്ത് സംവാദത്തിൽ നിന്ന് പിന്മാറുകയാണ്. പതി ഉസ്താദിനോട് സംവാദം നടത്തിയാൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല, തോറ്റ് പിന്മാറേണ്ടി വരും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സംവാദത്തിൽ നിന്ന് പിന്മാറാൻ തക്കം പാർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ നോട്ടീസുമായി ബന്ധപ്പെട്ട, പരസ്യവുമായി ബന്ധപ്പെട്ട ഒരു മിസ്റ്റേക്ക് കണ്ടത്. അപ്പോൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് സംവാദത്തിൽ നിന്ന് പിന്മാറാൻ നോക്കുകയാണ്. ബാക്കി നോക്കാം. അപ്പോൾ കൊല്ലങ്കണ്ടി മമ്മു, കലന്തംകുട്ടി എന്നിവരുടെ പേരിൽ മറ്റൊരു പരസ്യം വന്നു. ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള അവസരം നഷ്ടപ്പെടരുതെന്ന് കരുതി മരക്കാർ ഹാജി ചന്ദ്രികയിൽ വ്യവസ്ഥകൾ വീണ്ടും പരസ്യം ചെയ്യുകയും മുമ്പത്തെ പരസ്യത്തിൽ വന്ന മധ്യസ്ഥന്മാർ എന്ന പ്രയോഗം സാക്ഷികൾ എന്നാക്കി തിരുത്തി വായിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ പരസ്യത്തിൽ മരക്കാർ ഹാജിയുടെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരസ്യത്തെയും മറുപക്ഷം തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇനി ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് സംവാദത്തിൽ നിന്ന് പിന്മാറണ്ടെന്ന് കരുതിയിട്ട് ആ വാർത്തയ്ക്ക് തിരുത്തു കൊടുത്തുകൊണ്ട് വീണ്ടും പരസ്യം ചെയ്തു. അപ്പോൾ ഇവർ പിന്മാറാൻ വേണ്ടിയിട്ട് അടുത്തൊരു തെറ്റെടുത്ത് കാണിക്കുകയാണ്. എന്താണത്? മരക്കാർ ഹാജിയുടെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരസ്യത്തെയും മറുപക്ഷം തള്ളിക്കളഞ്ഞു. എങ്ങനെയെങ്കിലും ഇവർക്ക് സംവാദത്തിൽ നിന്ന് പിന്മാറേണ്ടേ? സംവാദം നടക്കാൻ പാടില്ലല്ലോ. സംവാദം നടന്നാൽ ഇവരെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ അറിയും. അപ്പോൾ അത് നടക്കാൻ പാടില്ല. അപ്പോൾ അത് നടക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഇങ്ങനെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പണ്ടത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാൽ ഇവരുടെ തനി പൊള്ളത്തരം നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ബാക്കി വായിക്കാം. ഇതേ തുടർന്ന് തൊട്ടടുത്ത ദിവസം മാർച്ച് 12 തന്നെ ആർ മരക്കാർ ഹാജിയുടെ പേരിൽ വിശദമായ മറ്റൊരു പരസ്യം കൂടി ചന്ദ്രികയിലും പൗരശക്തിയിലും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സുന്നികൾ ഒരിക്കലും അവരെ വിടാൻ തയ്യാറായിരുന്നു. അവർ പിന്മാറാൻ നോക്കുമ്പോഴൊക്കെ ആ പരസ്യത്തിന് തിരുത്തു കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും പരസ്യം കൊടുത്തു. അവരൊരിക്കലും വിടൂല, ജനങ്ങൾക്ക് സത്യം മനസ്സിലാവണമെന്നുള്ള വാശി സുന്നികൾക്കുണ്ടായിരുന്നു. പൗരശക്തിയിലും ഹിദായത്തുൽ മുഅ്മിനീൻ മാസികയിലും സാക്ഷികൾ എന്നു തന്നെ അടിച്ചു വന്ന പരസ്യം ചന്ദ്രികയിൽ മാത്രം മാറിയത് അവരുടെ തെറ്റാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടായിരുന്നു ആ മൂന്നാമത്തെ പരസ്യം. അതായത് ചന്ദ്രിക കൈകാര്യം ചെയ്യുന്നത് വഹാബികൾ തന്നെ ആയിരുന്നല്ലോ. ചിലപ്പോൾ മനഃപൂർവ്വം അവർ തെറ്റിച്ചതായിരിക്കും. എന്നിട്ട് ആ ഒരു പേരും പറഞ്ഞു കേട്ട് പിന്മാറുകയാണ്. അതിനുള്ള ഉത്തരമാണ് ഇവിടെ ആർ മരക്കാർ ഹാജി പറഞ്ഞത്.
ചന്ദ്രികയിൽ മാത്രം മാറിയത് അവരുടെ തെറ്റാണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു മൂന്നാമത്തെ പരസ്യം. നേരത്തെ തന്നെ ഓരോ കക്ഷികളുടെയും മധ്യസ്ഥൻ്റെയും കൈവശം സൂക്ഷിച്ചിട്ടുള്ള കരാറിൻ്റെ കോപ്പി സഹിതം മാർച്ച് 18 തന്നെ പൂനൂരിൽ ഹാജരാക്കണമെന്നും മരക്കാർ ഹാജി ആ പരസ്യത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതോടെ വിചിത്രമായ മറ്റൊരു വാദവുമായി മുജാഹിദുകൾ രംഗത്തെത്തി. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പേരിലും ഇതേ പരസ്യം പ്രസിദ്ധീകരിക്കണം എന്നതായിരുന്നു ഇത്തവണത്തെ പുതിയ ആവശ്യം. അടുത്ത തന്ത്രം നോക്കുകയാണ്. ഈ പരസ്യം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പേരിലും പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും പിന്മാറാനുള്ള അടവ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. സംവാദത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പഴുതും നൽകരുത് എന്നായിരുന്നു സുന്നികളുടെ തീരുമാനം. അതുപ്രകാരം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചന്ദ്രികയിലും പൗരശക്തിയിലും പതി ഉസ്താദിൻ്റെ പേരിലുള്ള പരസ്യങ്ങൾ വന്നു. ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം മുജാഹിദുകളുടെ ഓരോ വ്യവസ്ഥകളും അംഗീകരിച്ചതോടെ ഒടുവിൽ സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഇതേ പത്രങ്ങളിൽ മുജാഹിദുകളായ നന്മണ്ടക്കാരുടെ പേരിലുള്ള പരസ്യവും വന്നു. അവസാനം നിവൃത്തിയില്ലാതെ സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്മാറാൻ നോക്കിയിട്ടും സുന്നികൾ വിട്ടില്ല. ഒരു നിലക്കും വിടൂല എന്നുള്ള വാശിയിൽ ഈ മുജാഹിദുകളുടെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചു. അവസാനം സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്യം കൊടുത്തു. പൂനൂർ അങ്ങാടിയിലെ മരക്കാർ ഹാജിയുടെ പീടിക മുകളിലായിരുന്നു സംവാദവേദി. ഇഷാ നിസ്കാര ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോഴേക്കും സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇരുഭാഗത്തു നിന്നും 15 വീതം പ്രതിനിധികൾക്കും ഓരോ റിപ്പോർട്ടർമാർക്കും 2 വീതം മൈക്ക് ഓപ്പറേറ്റർമാർക്കും മാത്രമായിരുന്നു അകത്തേക്ക് പ്രവേശനം. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ ലൗഡ് സ്പീക്കറുകൾ ഫിറ്റ് ചെയ്തിരുന്നു. ഏതാണ്ട് 500,000-ലധികം ആളുകൾ ആ സംവാദം കേൾക്കാൻ വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 50,000-ലധികം ആളുകൾ ഒരു സംവാദത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രയ്ക്കും വലിയ ഹരമായിരുന്നു ജനങ്ങൾക്ക് ഈ സംവാദം, ഖണ്ഡന പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ. പ്രത്യേകിച്ച് പതി ഉസ്താദിനെ പോലുള്ള പ്രഭാഷകർ വരുമ്പോൾ ആളുകൾ കൂടും. ഒരു 10-20 പൂനൂർ ചന്ത ഒരുമിച്ച് നടത്തുന്നത് പോലെയുള്ള ആൾക്കൂട്ടവും ഒച്ചപ്പാടുകളും. അത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഞങ്ങൾ ആദ്യമായി കാണുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും കാൽനടയായി ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നത് ഞങ്ങൾ നോക്കി നിന്നു. ആ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ഞങ്ങളും സംവാദം കേട്ടു. സംഭവ ബഹുലമായിരുന്നു ആ രാത്രി. ഇരുപക്ഷത്തെയും പ്രമുഖരെല്ലാം വേദിയിലുണ്ടായിരുന്നു. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് പുറമെ KK സദഖത്തുള്ള മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കാടേരി മുഹമ്മദ് മുസ്ലിയാർ, ഷീറാസി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു സുന്നികളെ പ്രതിനിധീകരിച്ച് വേദിയിലെത്തിയത്. എങ്കിലും സുന്നികളുടെ ഭാഗത്തു നിന്നും പതിയും മുജാഹിദുകളെ പ്രതിനിധീകരിച്ച് അലവി മൗലവിയുമാണ് പ്രധാനമായി സംസാരിച്ചത്. പരിപാടി തുടങ്ങുകയാണ് എന്ന അനൗൺസ്മെൻറ്റ് ചെയ്തതും അലവി മൗലവി ചോദ്യം ചോദിച്ചു തുടങ്ങി. എന്നാൽ ചോദ്യം തുടങ്ങും മുമ്പ് സംവാദത്തിൽ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ശ്രോതാക്കളെ അറിയിക്കുകയും അതിനുശേഷം വ്യവസ്ഥ പ്രകാരം ചോദ്യം തുടങ്ങേണ്ടത് ആരാണോ അവർ ചോദിച്ചു തുടങ്ങട്ടെ എന്നും പതി ഉസ്താദ് അറിയിച്ചു. എന്നാൽ ഇത് മുജാഹിദുകൾ സ്വീകരിച്ചില്ല. സംവാദ വ്യവസ്ഥയിലെ വിശദാംശങ്ങൾ സംബന്ധിച്ച പത്രപരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം വരെ തർക്കിച്ച മുജാഹിദുകൾക്ക് വ്യവസ്ഥ പൊതുജന സമക്ഷം വായിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് ചോദ്യമുയർന്നു. ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ കൂട്ടരും തങ്ങളുടെ വാദങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണം എന്ന പതി ഉസ്താദിൻ്റെ ആവശ്യവും മുജാഹിദുകൾ കൂട്ടാക്കിയില്ല. തുടർന്ന് ഇസ്തിഗാസ ഷിർക്കോ ഹറാമോ എന്ന പതിയുടെ ചോദ്യത്തിനും മുജാഹിദുകൾക്ക് മറുപടി ഉണ്ടായില്ല. മുമ്പ് കരുവാരക്കുണ്ടിൽ നടന്ന സംവാദത്തിൽ ഷിർക്കാണെന്നും വണ്ടൂരിലെ പരിപാടിയിൽ ഹറാമാണെന്നുമെന്നായിരുന്നു മുജാഹിദുകളുടെ വാദം. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് വാദമെന്ന് പതി ഉസ്താദിൻ്റെ ചോദ്യം. എന്നാൽ കരുവാരക്കുണ്ടിലെയും വണ്ടൂരിലെയും വാദങ്ങളിലേക്ക് സംസാരം കൊണ്ടുപോകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെ സഹായിക്കൂ എന്നായിരുന്നു അലവി മൗലവിയുടെ വാദം. ഏതായാലും സംവാദത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് വലിയ ആദി പ്രകടിപ്പിച്ച് മരക്കാർ ഹാജിയെക്കൊണ്ടും പതിയെക്കൊണ്ടും നിരവധി തവണ പത്രപരസ്യങ്ങൾ ചെയ്യിപ്പിച്ചവർ തന്നെ വ്യവസ്ഥകൾ പരസ്യമായി ലംഘിക്കുന്നതാണ് പൂനൂരിൽ കണ്ടത്. ഇത് ദീർഘനേരത്തെ തർക്കങ്ങൾക്ക് വഴിവെച്ചു. ഏറ്റവും ചുരുങ്ങിയത് 2 കൂട്ടരുടെയും വാദങ്ങൾ എന്താണെന്ന് സദസ്സിൽ വെച്ച് പ്രഖ്യാപിക്കണമെന്നും തുടർ ദിവസങ്ങളിൽ സംവാദം തുടരണമെന്നും പതി ഉസ്താദ് പറഞ്ഞെങ്കിലും മറുവിഭാഗം സമ്മതിച്ചില്ല. നേരം പുലരാറായതോടെ യോഗം പിരിച്ചുവിട്ടതായി മധ്യസ്ഥന്മാർ അറിയിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന കൊയിലാണ്ടി SIയും ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ സംവാദം അന്ന് നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് സമസ്തയുടെ 19ാം സമ്മേളനത്തിൽ ഈ പ്രമേയം പാസ്സാക്കിയത്. ആദ്യം പരസ്യമായി വെല്ലുവിളിക്കുന്ന മുജാഹിദുകളുടെ സ്വഭാവം, അതിൽ നിന്നും രഹസ്യമായി പിന്മാറാൻ പിന്തുടരുന്ന രീതികൾ, അവസാനം സംവാദത്തിലെത്തുമ്പോൾ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് ചർച്ചയെ എത്തിക്കാതിരിക്കാൻ കാണിക്കുന്ന കൗശലങ്ങൾ, പണക്കാരെയും പ്രമാണികളെയും അവരുടെ ആശ്രിതവത്സരെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഭീഷണികൾ, ഇങ്ങനെ തുടങ്ങിയുള്ള മുജാഹിദുകളുടെ പ്രവർത്തന രീതികളെല്ലാം വളരെ ചെറുപ്പത്തിലെ അടുത്തുനിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമായി എന്ന് വേണം കരുതാൻ.
അപ്പോൾ അന്ന് മുതലേ ഈ വഹാബികളുടെ കൗശലങ്ങളും അവർ തന്നെ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് ആ സംവാദം നടക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന തന്ത്രങ്ങളെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ എഴുതുന്നത്. പൂനൂരിലെ സംവാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുജാഹിദ് നേതാക്കളെല്ലാം പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ ഒരുമിച്ച് കൂടി. അവിടെ നിന്നാണ് പൂനൂരിലേക്ക് വന്നത്. പുളിക്കൽ സ്വദേശിയായ കൊടുക്കിൽ മൊയ്തീൻകുട്ടി ഹാജി എന്ന സമ്പന്നനായ മുജാഹിദുകാരൻ്റെ വണ്ടിയിലാണ് അവർ വന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബീരാൻകുട്ടി ഹാജി ഐക്യസംഘത്തിലെ സഹകാരിയും കോൺഗ്രസ് നേതാവുമായിരുന്നു. സംവാദം കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചു പോയതും പുളിക്കലിലേക്കു തന്നെ യാത്രാമധ്യേയുള്ള സംസാരത്തിനിടെ ഞാൻ ആ തന്ത്രം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പൊട്ടിപ്പാളീസാകുമായിരുന്നു എന്ന് അലവി മൗലവി സഹപ്രവർത്തകരോട് പറഞ്ഞു. ഇത് കേട്ടതും മൊയ്തീൻകുട്ടി ഹാജി ചോദിച്ചു, അപ്പോൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമല്ല, തന്ത്രം കൊണ്ടാണ് ഇതൊക്കെ നേടിയത് അല്ലേ? മൗലവിമാർ സ്തബ്ധരായി. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനം വിടുകയാണെന്ന് പറഞ്ഞ് മൊയ്തീൻകുട്ടി ഹാജി പുളിക്കലിൽ തിരിച്ചെത്തിയതോടെ മുജാഹിദ് പ്രസ്ഥാനം വിട്ടു. ഒരു കാലത്ത് സുന്നികൾക്ക് പ്രവേശനമില്ലാതിരുന്ന പുളിക്കലിൽ പിന്നീട് സുന്നികൾക്ക് വരാനും പ്രസംഗിക്കാനുമുള്ള വഴിയൊരുക്കിയത് മൊയ്തീൻകുട്ടി ഹാജി ആയിരുന്നു. അങ്ങനെയാണ് EK ഹസ്സൻ മുസ്ലിയാർ ആദ്യമായി പുളിക്കലിൽ പ്രസംഗിക്കുന്നത്. മുജാഹിദുകളുമായി ഞാൻ ദീർഘനേരം സംവാദം നടത്തിയ കൊട്ടപ്പുറത്തെ പരിപാടിയുടെ പ്രധാന സംഘാടകരിലൊരാളും ഈ മൊയ്തീൻകുട്ടി ഹാജിയായിരുന്നു. അപ്പോൾ ഇവരുടെ കുതന്ത്രം തിരിച്ചറിഞ്ഞ മൊയ്തീൻകുട്ടി ഹാജി ആ പ്രസ്ഥാനം വിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ അലവി മൗലവി തന്നെ പറയാണ്, ആ തന്ത്രം ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പൊട്ടിപ്പാളീസാവുമായിരുന്നു എന്നുള്ളത് ആ വാദപ്രതിവാദത്തിന് നേതൃത്വം കൊടുത്ത ആളെന്നെ പറയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം തന്ത്രങ്ങൾ വാദപ്രതിവാദത്തിൽ ഇവർ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ലെങ്കിൽ ഈ സംവാദത്തിൽ നിന്ന് ഇവർ പിന്മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? അവരുടെ നേതാവ് തന്നെ പറയാണ്, ആ തന്ത്രം ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പൊട്ടിപ്പാളീസാകുമായിരുന്നു. അപ്പോൾ അവരുടെ ആശയത്തിനും അവരുടെ ആദർശത്തിനൊന്നും ഒരു വസ്തുതയില്ല, ഒരു അടിത്തറയില്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്നിട്ടും അവരതുകൊണ്ട് നടക്കുന്നെന്ന് പറയുമ്പോൾ ഇവരുടെ ആശയ പാപ്പരത്വം എത്രത്തോളാണെന്ന് ഇത്തരം ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൂനൂരിൽ നടന്ന സംവാദത്തിൻ്റെ ആദ്യഘട്ടം. അപ്പോൾ ഈ സംവാദത്തെക്കുറിച്ചാണ് 19ാം സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം അവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.